സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിഷിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഉമ്മ പറയല് ഇത് അൽഫാം വേണമെന്നോടാണ് ഉമ്മ ഉണ്ടാക്കി തരല്. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കന് മസാല കൂട്ടാനുള്ള പരിപാടിയിലേനു. നമ്മളൊരു ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും പിന്നെ ചപ്പ് ഉണ്ടെങ്കിൽ ചപ്പും ചെറുള്ളി തൊലിക്കാൻ മടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വലിയ ഉള്ളി എടുത്തിക്കണത് കേട്ടോ. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറുള്ളിക്കാണ്. എന്നിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. എന്നിട്ടേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റിന്ന് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത്ര മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ചിക്കൻ മസാലയാണ്. അതും കുറച്ച് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു അൽഫാം മസാല ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റി കാരം. നെക്സ്റ്റ് ഐറ്റം കളറാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചേർത്താണ് കേട്ടോ. എന്നിട്ട് ഇതിനൊക്കെ പാടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ സെറ്റാക്കി വെച്ച ഈ ഒരു മസാല കൂട്ടിക്ക് നമ്മൾ കേക്ക് വെച്ച ചിക്കൻ ഇതിലെല്ലാം ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മി എടുക്കുക. പിന്നെ നമ്മൾ ഈ തേച്ച് പിടിപ്പിച്ച മസാല കൈമ തന്നെ നിൽക്കണ്ടേ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി നമ്മളിതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചങ്ങ് കോരുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ മുഴുവൻ പൊരിച്ചങ്ങ് മാറ്റി വെക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്നിട്ട് വേറൊരു ചട്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നല്ലേ, ടൊമാറ്റോ പേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് ആഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല പൊട്ടിത്തെറിക്ക് ചാൻസ് ഉണ്ട്, സോ അതിന് നിൽക്കണ്ട. ഇതിന്റെ ഹൈലൈറ്റ് സാധനം ചില്ലി ഫ്ലേക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇനി നിങ്ങളടുത്ത് ചില്ലി ഫ്ലേക്സ് ഇല്ലാന്ന് വിചാരിച്ച് ഈ സ്റ്റെപ്പ് ഒരിക്കലും വിട്ട് കളയരുത്. അടുത്ത് നല്ല ചുമന്ന മുളകുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ചിക്കന് മൊത്തമായിട്ട് ഈ ഒരു മിക്സ് കിട്ടുകയാണ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷണൽ ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് കനലെടുത്തിട്ട് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ നടുഭാഗം ഇതുപോലെ മാറ്റിയെടുത്തിട്ട് ആ നടുവിൽ ഇതങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല എയർ ടൈറ്റൻ ആയിട്ടുള്ള ഒരു അടപ്പ് എടുത്തിട്ട് നല്ലോണം അങ്ങനെ മൂടിക്കൊടുക്കുക കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു അടപ്പ് കിട്ടാത്തതുകൊണ്ടാണ് തലങ്ങും വിലങ്ങും പുക ഇങ്ങനെ പായണേ. കുറച്ച് ടൈം മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുകച്ചോയാവും കേട്ടോ. നമ്മൾ ഐറ്റം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അൽഫാമിനൊരു സാമ്യതയൊക്കെ ഉണ്ട്. ആ പേരൊന്ന് മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിട്ട പേരാണ് ചിക്കൻ ഹണി ചില്ലി. അപ്പം എനിക്കൊരു സംശയം, ഇതിപ്പോൾ ഞാനുണ്ടാക്കിയ പേരാണോ അതോ ഓൾറെഡി ഉള്ള പേരാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. പേര് തിരിച്ച് ഹണി ചില്ലി ചിക്കൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐറ്റം തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഐറ്റം അത് അടിപൊളിയാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എത്രയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി എന്നാ, ഓക്കെ ബൈ.